ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. ടിൽ ഡെത്ത് എന്ന് പറയുന്ന സിനിമയുടെ കഥയുടെ രണ്ടാമത്തെ ഭാഗവുമായിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു നിർത്തിയിരിക്കുന്ന ഭാഗം നിങ്ങൾക്കറിയാലോ. ആ വീട്ടിലേക്ക് ഒരു കാറ് കൂടി വരികയാണ്. നമുക്ക് ആ കഥയുടെ ബാക്കി ഭാഗം കേൾക്കാം അല്ലേ? ആ കാറിൽ നിന്നും ഒരുത്തൻ പുറത്തേക്ക് വരുന്നു. ഈ വീട്ടിലേക്കുള്ള പൈപ്പ് ലൈൻ എന്തോ ശരിയല്ല എന്നും അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് എന്നെ ഇൻഫോം ചെയ്തിരുന്നു. ഞാൻ അതൊന്ന് നോക്കിക്കോട്ടെ എന്ന് അയാൾ ചോദിക്കുന്നു. അതൊക്കെ ശരിയാണ്, പക്ഷെ ഇപ്പോൾ വീട്ടിൽ ആളില്ല, അതുകൊണ്ട് നീ വന്നതിന് ക്യാഷ് എത്ര വേണമെന്ന് പറ, ഞാൻ തന്നേക്കാം, പിന്നീട് വന്നോളൂ എന്ന് ആ കർമ്മം പറയുന്നു. എന്നിട്ട് അവൻ പറഞ്ഞതിലും കൂടുതൽ പൈസ അവന് വെച്ച് നീട്ടുന്നു. പൈസ കിട്ടിയതിന് ശേഷം പോകുന്നു വെച്ചാലോ, അതും പോകുന്നില്ല. പുറത്തൊക്കെ ഭയങ്കര തണുപ്പാണ്, ഞാൻ വീടിനുള്ളിലേക്ക് വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ സംസാരം വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കർമ്മം ചോദിക്കും, അല്ല നിന്റെ പ്രശ്നം എന്താടോ, നീ പറഞ്ഞ പൈസ ഞാൻ തന്നില്ലേ, ഇനി ഇവിടുന്ന് പോവാൻ നോക്ക്. അത് ആ കർമ്മം പറഞ്ഞു തീർന്നപ്പോഴേക്കും ആ കാറിലുണ്ടായിരുന്ന മറ്റൊരുത്തം പുറത്തേക്ക് ചാടി ഇറങ്ങി വന്ന് കത്തി വെച്ച് ആ കർമ്മന്റെ വയറിനിട്ട് കുത്തി കീറിയിട്ട് അവനെ അടക്കമെടുത്ത് ആ വാതിലിന് ഇടിച്ച് വാതിൽ തുറന്ന് അകത്തേക്ക് വരുന്നു. ആ വന്നത് വേറെ ആരുമല്ല, നമ്മുടെ നായിയെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുത്തൻ ശ്രമിച്ചു എന്ന് പറഞ്ഞില്ലേ, അതേ ആള് തന്നെ. അതായത് ഇവനെ ജാമ്യത്തിലിറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ വക്കീലിന്റെ ഓഫീസിൽ ഇയാളുടെ കേസ് ഫയൽ ഉണ്ടായിരുന്നത്. അവനെ കണ്ട ഉടനെ നമ്മുടെ നായിക അവിടെ നിന്ന് ഓടി ഒളിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളിക്കാരന്റെ കണ്ണ് കുത്തി പൊട്ടിച്ചത് നമ്മുടെ നായികയാണ്. സോ നമ്മൾ അവനെ ഒറ്റക്കണ്ണെന്ന് വിളിച്ചേക്കാം അല്ലെ. ഒറ്റക്കണ്ണിന്റെ കൂടെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരൻ ആകെ പേടിച്ചു പോയി. എന്തോന്നാടേ ഇത്, ഒന്ന് പേടിപ്പിക്കുന്നു പറഞ്ഞിട്ട് അവനെ കുത്തി കൊന്നുകളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ ആകെ പേടിച്ചിരിക്കുകയാണ്. ആ രണ്ടുപേർക്കും നമ്മുടെ നായിക ഇവിടെ തന്നെയാണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ആ ഒറ്റക്കണ്ണൻ നേരെ മുകളിലത്തെ നിലയിലേക്ക് പോകുന്നു. ആ ബെഡിൽ നിറയെ രക്തം കട്ട പിടിച്ച് കിടക്കുന്നത് അവൻ കാണുന്നു. അവൻ മേലേക്ക് പോയ ആ ഗ്യാപ്പ് നോക്കിയിട്ട് നമ്മുടെ നായിക ആ ശവവും പിടിച്ച് വലിച്ച് പുറത്ത് മഞ്ഞിലേക്ക് ഇറങ്ങുന്നു. അതേസമയം തന്നെ ആ ഒറ്റക്കണ്ണന്റെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ഈ വലിച്ചുകൊണ്ടുപോയ ബ്ലഡിന്റെ അടയാളം കണ്ടിട്ട് അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഫോളോ ചെയ്ത് വരുന്നത് കണ്ട് നമ്മുടെ നായിക അവിടെ തൊട്ടടുത്തായിട്ട് ഒരു പഴയ ഷെഡ് ഉണ്ടായിരുന്നു, അതിനുള്ളിലേക്ക് കയറിയിരിക്കുന്നു. അവിടെ ആകട്ടെ ഒരു പഴയ ബോട്ടും. ആ ബോട്ട് അവിടെ എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തടാകമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അത് മഞ്ഞ് വന്ന് തണുത്തുറഞ്ഞു പോയതാണ്. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഒരു ബോട്ടുള്ളത്. അവിടെ വെച്ച് നമ്മുടെ നായികയ്ക്ക് ഒരു ഇരുമ്പ് റോഡ് കിട്ടുന്നു. അതുപയോഗിച്ച് ആ ശവശരീരത്തിന്റെ തള്ളവരൽ അടിച്ചൊടിച്ച് ആ വിലങ്ങൂരാൻ വേണ്ടിയിട്ട് നായിക ശ്രമിക്കുന്നു. ഒരു വശത്തുകൂടി ആ അസിസ്റ്റന്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നായിക ഇത് തല്ലി പൊടിക്കാൻ നോക്കുന്നു. പെട്ടെന്ന് അവൻ ആ സ്ഥലത്തേക്ക് വരുന്നു. നായികയാവട്ടെ ആ ബോട്ടിനുള്ളിലേക്ക് പെട്ടെന്ന് തന്നെ കയറി ഒളിക്കുന്നു. അപ്പോഴേക്കും ആ ഒറ്റക്കണ്ണനും അങ്ങോട്ടേക്ക് എത്തുന്നു. അവിടെ നോക്കുമ്പോൾ ആ ഭർത്താവിന്റെ ശവശരീരം ബോട്ടിനടുത്തായിട്ട് കിടക്കുന്നത് അയാൾ കാണുന്നു. നായിക ഇതിന്റെ ഉള്ളിലല്ലേ ഉള്ളത്. അയാൾ വേഗം ആ കവറങ്ങ് എടുത്ത് മാറ്റുന്നു. പക്ഷെ അതിനുള്ളിൽ നായിക ഉണ്ടായിരുന്നില്ല. നായിക എങ്ങനെയൊക്കെ കൂടി ആ ഹാൻഡ് കഫ് റിമൂവ് ചെയ്തിട്ട് അതിനപ്പുറത്തായിട്ട് ഒളിച്ചിരിക്കുന്നു. പക്ഷെ ഇവരത് കാണുന്നുമില്ല. അവള് രക്ഷപ്പെട്ടു പോയെന്ന് തോന്നുന്നു എന്ന് അസിസ്റ്റന്റ് പറയുന്നു. ഡേ, ഇവിടെ പുറത്ത് മുഴുവൻ തണുത്തുറഞ്ഞു കിടക്കുകയാണ്, അവളുടെ കാലിൽ ഷൂസോ മറ്റു പണ്ടാരോ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ എത്ര ദൂരം പോകാൻ പറ്റും, പോയാലും തണുത്തുറഞ്ഞ് അവിടെ തന്നെ എവിടെയെങ്കിലും കിടപ്പുണ്ടാവും, അതുകൊണ്ട് നമുക്ക് അവളെ കണ്ടുപിടിക്കാം എന്ന് ഒറ്റക്കണ്ണനും പറയുന്നു. അങ്ങനെ അവന്മാർ അവിടെ നിന്ന് പോയതിനു ശേഷം നമ്മുടെ നായിക കാലിൽ ഒരു പ്ലാസ്റ്റിക് ടാപ്പ് ചുറ്റുന്നു. അതിനുശേഷം ആ ബോട്ടിലേക്ക് പെട്രോൾ അടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പൈപ്പ് ഉണ്ടാവുമല്ലോ, അത് അഴിച്ചെടുക്കുന്നു. അതോടൊപ്പം തന്നെ അവൾക്ക് ഒരു പെട്രോൾ ടാങ്കും ലഭിക്കുന്നു. ഈ ഒറ്റക്കണ്ണനും അസിസ്റ്റന്റും എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് വന്നതെന്നറിയോ? നായിക നേരത്തെ ആ കുപ്പായം എടുക്കുന്ന സമയത്ത് ഒരു സേഫ് ലോക്കർ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിനുള്ളിൽ നിറയെ വജ്രങ്ങളായിരുന്നു. ഇക്കാര്യം അറിഞ്ഞിട്ടാണ് ഇവർ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അവന്മാർ ഒരു സൈഡിൽ നിന്നിട്ട് ആ ലോക്കർ ഓപ്പൺ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗ്യാപ്പിൽ നമ്മുടെ നായിക പെട്രോൾ ടാങ്കും എടുത്തിട്ട് അവളുടെ കാറിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തി ആ കാറിൽ പെട്രോൾ ഫില്ല് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ ഒറ്റക്കണ്ണൻ വില്ലൻ അങ്ങോട്ടേക്ക് എത്തുന്നു. അവൻ വരുമ്പോഴത്തേക്കും നായിക അവിടെ നിന്ന് ഒളിക്കുന്നുണ്ട്. എന്നാലും വണ്ടിയിലേക്ക് പെട്രോൾ ടാങ്ക് കണക്ട് ചെയ്തിരിക്കുന്നത് അയാൾ കാണുന്നു. അതുകൊണ്ട് തന്നെ നായിക ഇവിടെ എവിടെയോ അടുത്ത് തന്നെ ഉണ്ടെന്ന് അവന് മനസ്സിലാവുന്നു. ഇതേ സമയം നമ്മുടെ നായിക അവൻ കാണാതെ ആ ഗോഡൌണിന് വെളിയിലേക്ക് വരുന്നു. അപ്പോൾ മറുവശത്താണെങ്കിലോ ആ അസിസ്റ്റന്റ് ഉണ്ടല്ലോ, അവൻ നമ്മുടെ വക്കീലിന്റെ ശവശരീരം അവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോവുകയാണ്. അവനെ കണ്ടത് നായിക പെട്ടെന്ന് തന്നെ ആ വീടിന്റെ ബേസ്മെന്റിലേക്ക് ഒരു വഴിയുണ്ടായിരുന്നു, അതിലൂടെ ഉള്ളിലേക്ക് കയറുന്നു. പക്ഷെ നമ്മുടെ വില്ലനും അങ്ങോട്ടേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. അവനെ കണ്ട നായിക അവൻ കാണാതെ വേഗം സ്റ്റെപ്പ് വഴി ആ വീടിനുള്ളിലേക്ക് തന്നെ കയറിപ്പോകുന്നു. നമ്മുടെ വില്ലനാവട്ടെ നായികയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് അവളുടെ പിന്നാലെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബേസ്മെന്റ് വഴി അയാളും സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നായികയെ പിടിച്ചില്ല എന്നുള്ള അവസ്ഥയിൽ നായിക എന്ത് ചെയ്തു എന്നറിയോ? കയ്യിലുണ്ടായിരുന്ന കാറിന്റെ കീ ഉപയോഗിച്ച് കാറ് അൺലോക്ക് ചെയ്യുന്നു. കാറാണെങ്കിൽ ഭയങ്കര ശബ്ദത്തിൽ അലാറം അടിക്കാനും തുടങ്ങി. ഉടനെ തന്നെ നായകനും അസിസ്റ്റന്റും കൂടി അങ്ങോട്ടേക്ക് പോകുന്നു. ആ സൗണ്ട് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. കാരണം ആ സൗണ്ട് കേട്ട് ആരെങ്കിലും വന്നവർക്ക് പണിയല്ലേ. ആ സമയം നോക്കി നായിക അവിടെ നിന്നും അടുത്ത സ്ഥലത്തേക്ക് മാറുന്നു. ഈ സമയത്താണ് വില്ലന്റെ കൂടെ വന്നിരിക്കുന്ന അസിസ്റ്റന്റ് അയാളുടെ സഹോദരൻ കൂടിയാണെന്ന് മനസ്സിലാവുന്നത്. അതായത് രണ്ടുപേരും ജ്യേഷ്ഠാനുജന്മാരാണ്. എന്നാലും പറയാനുള്ള എളുപ്പത്തിന് അസിസ്റ്റന്റ് ഒറ്റക്കണ്ണൻ എന്ന് തന്നെ പറയാം നമുക്ക്. 20 മിനിറ്റ് കൊണ്ട് ആ ലോക്കറും തുറന്ന് അതിൻ്റെ അകത്തെ സാധനം എടുത്തിട്ട് ഇവിടെ പോവാമെന്നായിരുന്നല്ലോ പ്ലാൻ. പിന്നെ ഇപ്പൊ അവളുടെ പിന്നാലെ
പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അസിസ്റ്റന്റ് ഒറ്റക്കണ്ണനോട് ചോദിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് അവള് കാരണം ജയിലിൽ ഗോതമ്പുണ്ട് തിന്നുകൊണ്ടിരുന്നത് ഞാനാണ്. നമ്മുടെ അച്ഛൻ മരിച്ചു പോകുന്നതിനും കാരണം അവള് തന്നെയാണ്. അവൾ അങ്ങനെ ഈസി ആയിട്ട് വെറുതെ വിടാൻ പാടില്ല. അവള് ഈ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ ദിശ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ആ കാറിന്റെ അലാറം ഓൺ ചെയ്തിരിക്കുക എന്നൊക്കെ ഒറ്റക്കണ്ണൻ അനിയനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടി ഒരു പ്ലാൻ ഇടുന്നു. ഞാൻ വീടിന്റെ മുൻവശത്തു കൂടി പോവാം, നീ പിന്നിലൂടെ വാ എന്നും പറഞ്ഞ് രണ്ടുപേരും ഓരോ വശത്തുകൂടി വീടിനുള്ളിലേക്ക് കയറുന്നു. നമ്മുടെ ഒറ്റക്കണ്ണൻ വില്ലൻ ആ വീടിന്റെ മച്ചിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നായിക ഒളിച്ചിരിക്കുന്നതും അവിടെ തന്നെയാണ്. അവിടെ കുറെ തുണികളൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒറ്റക്കണ്ണൻ ആ തുണി എടുത്ത് മാറ്റുമ്പോഴേക്കും ഒളിഞ്ഞു നിന്ന നായിക ഒരു ഗോൾഫ് സ്റ്റിക്ക് എടുത്ത് അവനെ അടി അവൻ ആ മച്ച് പൊളിഞ്ഞ് താഴേക്ക് വീഴുന്നു. ചേട്ടൻ വീണ് കിടക്കുന്ന കണ്ടിട്ട് അനിയനും അങ്ങോട്ടേക്ക് ഓടി വരുന്നു. കൊടുത്തു വരണം അവനിട്ടും. എന്നിട്ട് രണ്ടുപേരെ ഒരു മുറിയിലിട്ട് അടച്ച് ലോക്ക് ചെയ്തിട്ട് നായിക അവിടെ നിന്നും രക്ഷപ്പെടുന്നു. പുറത്തെത്തി വില്ലന്മാര് വന്ന വണ്ടി എടുത്തിട്ട് രക്ഷപ്പെടാമെന്ന് കരുതി നായിക അതിലേക്ക് കയറുമ്പോഴേക്കും വില്ലൻ ആ വാതിലേക്ക് അടിച്ചുടച്ച് അവിടത്തേക്ക് എത്തുന്നു. നായികയാവട്ടെ ആ വണ്ടിയിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ എടുത്തിട്ട് 911 കോൾ ചെയ്യുന്നു. കോള് കണക്ട് ആയപ്പോഴേക്കും വില്ലൻ വന്ന് ഇവളെ അടിച്ച് നിലത്തേക്കിടുന്നു. എന്നെ സഹായിക്കണേ എന്നുള്ള ഇവളുടെ നിലവിളി മാത്രമേ പോലീസുകാർ കേട്ടുള്ളൂ. അപ്പോഴേക്കും വില്ലൻ ആ മൊബൈൽ പിടിച്ചു വാങ്ങി അടിച്ച് പൊട്ടിച്ചു കളയുന്നു. അപ്പോഴേക്കും അസിസ്റ്റന്റ് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നു, ദേ പോലീസുകാർക്ക് വിവരം അറിഞ്ഞു കഴിഞ്ഞു, എങ്ങനെയും അവർ ട്രേസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തും. അതിനു മുമ്പ് നമുക്ക് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിയിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് പറയുന്നു. അടങ്ങിയിരിക്കടാ, അവരിങ്ങോട്ടേക്ക് വരാൻ കുറച്ച് സമയം എന്തായാലും എടുക്കും. അതിനു മുമ്പ് എന്റെ ജോലികളൊക്കെ തീർത്തിട്ട് നമുക്ക് സമാധാനമായിട്ട് ഇറങ്ങാം എന്ന് ഒറ്റക്കണ്ണൻ അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഹീറോയിൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവളുടെ കയ്യിൽ വീണ്ടും വിലങ്ങണിയിച്ചിട്ടുണ്ട്. അതും ഭർത്താവിന്റെ ശവശരീരത്തിനോടൊപ്പം. വില്ലന്മാരാവട്ടെ ആ ലോക്കർ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് വലിച്ചോണ്ടെങ്കിലും പോവാന്നും പറഞ്ഞിട്ട് അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനും അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ദേഷ്യം വന്ന വില്ലൻ നമ്മുടെ നായികയുടെ കാലിന്റെ വിരല് കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ അനിയൻ അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കും, നീ എന്തായി ചെയ്യാൻ പോകുന്നത്? ഓൾറെഡി ഒരുത്തനെ കൊന്നു, ഇനി അവളെയും കൂടി കൊല്ലാൻ നോക്കുകയാണോ? നമ്മളിപ്പോ ആരെയും കൊല്ലാൻ പോകുന്നില്ല. അവളോട് ഇതിന്റെ പാസ്വേഡ് ചോദിക്കുക, ഈ സാധനം പുറത്തെടുത്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാം. ആ സമയത്ത് അവന് നേരത്തെ നായിക വലിച്ചെറിഞ്ഞ തോക്ക് കൂടി കിട്ടുന്നു. അതെടുത്ത് ഒറ്റക്കണ്ണന് നേരെ നീട്ടിയിട്ട് അവളെ വെറുതെ വിടാൻ അവൻ പറയുന്നു. നീ മാറിയേക്ക്, ഞാൻ അവളോട് ചോദിച്ചോളാം എന്നും പറഞ്ഞ് അസിസ്റ്റന്റ് നായികയോട് അതിന്റെ പാസ്വേഡ് ചോദിക്കുന്നു. അപ്പൊ നായിക പറയും, എന്റെ ഹാൻഡ് കഫ് അഴിച്ചു തന്നാൽ ഞാൻ പാസ്വേഡ് പറഞ്ഞുതരാം. എന്തെങ്കിലും ആവട്ടെ പാസ്വേഡ് പറഞ്ഞതെന്നും പറഞ്ഞിട്ട് അസിസ്റ്റന്റ് അവളുടെ ഹാൻഡ് കഫ് റിമൂവ് ചെയ്യുന്നു. ഉടനെ തന്നെ നായിക പറയും, എന്റെ ഭർത്താവിന്റെ ഫിംഗർ പ്രിന്റ് ആണ് അതിന്റെ പാസ്വേഡ്. ഇനി അതിനുള്ളിലെ ഡയമണ്ട്സ് ഒക്കെ തന്റെ സ്വന്തമാണെന്നുള്ള സന്തോഷത്തിൽ ആ ശവശരീരത്തിന്റെ കൈവിരൽ പിടിച്ച് ഒറ്റക്കണ്ണൻ വില്ലൻ ആ ലോക്കർ തുറക്കുന്നു. അതാ മോനെ ശവമായ വക്കീലിന്റെ അടുത്ത ട്വിസ്റ്റ്. ലോക്കറിനുള്ളിൽ വജ്രങ്ങളൊന്നുമില്ല, പകരം ഒരു തകിട് കിടക്കുന്നു. നിങ്ങൾ തേടി വന്ന വജ്രങ്ങൾ എന്റെ ഭാര്യയ്ക്ക് വളരെ അടുത്താണുള്ളത് എന്ന് എഴുതി വെച്ച ഒരു തകിട്. യാ മോനെ, ഇപ്പൊ മനസ്സിലായോ എന്തിനാണ് ആ ഡയമണ്ട് നെക്ലേസ് നമ്മുടെ നായികയുടെ കഴുത്തിൽ എടുത്തു വെച്ചിരിക്കുന്നതെന്ന്? നായികയും അസിസ്റ്റന്റും കൂടി ആ നെക്ലേസ് അഴിക്കാൻ ശ്രമിക്കുന്നു. അവർക്കതിന് സാധിക്കുന്നില്ല. അവസാനം കട്ടിംഗ് പ്ലെയർ ഒക്കെ എടുത്തിട്ട് അത് കട്ട് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് പോലും അത് ഊരിയെടുക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല. അപ്പൊ നമ്മുടെ ഒറ്റക്കണ്ണൻ വില്ലൻ വന്നിട്ട് അനിയനെ അടിച്ച് താഴേക്കിടുന്നു. എന്നിട്ട് അവന്റെ കയ്യിൽ നിന്നും തോക്ക് തട്ടിപ്പറിച്ച് അവളെ വെടിവെക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ തുണ്ടിയില്ലല്ലോ. സമയം നോക്കി നമ്മുടെ നായിക പെട്ടെന്ന് തന്നെ അവന്റെ കത്തി കൈക്കലാക്കാൻ ശ്രമിക്കുന്നു. അതോടെ ഒറ്റക്കണ്ണൻ നായികയെ പിടിച്ച് ചവിട്ടി കൂട്ടാൻ തുടങ്ങി. അപ്പൊ വില്ലന്റെ അനിയൻ ചാടി വില്ലനെ പിടിച്ചിട്ട് പറയും, വേണ്ട അവളെ വിട്ടേക്ക്, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം എന്നൊക്കെ പറഞ്ഞ് അവനെ പിന്മാറ്റാൻ ശ്രമിക്കുന്നു. വില്ലൻ അവനെ അങ്ങനെ തന്നെ എടുത്തോണ്ട് പോയിട്ട് ചുമരിലേക്ക് അങ്ങ് ഇടിക്കും. കഷ്ടകാലത്തിന് അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പിയിലേക്ക് അവന്റെ തല തറച്ച് കേറി വില്ലന്റെ അനിയൻ അവിടെ തന്നെ വടിയാവുന്നു. അതോടെ നമ്മുടെ വില്ലന്റെ ദേഷ്യം ഇരച്ച് കയറാൻ തുടങ്ങി. അവൻ നമ്മുടെ നായികയെ അടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുമ്പോ രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിൽ ഫൈറ്റ് ഉണ്ടാവുന്നു. അവസാനം ഒരു വഴി എങ്ങനെയൊക്കെയോ കൂടി അവിടെ ഉണ്ടായിരുന്ന കട്ടിംഗ് പ്ലെയർ എടുത്ത് നായിക വില്ലന്റെ തലയിൽ ഒരൊറ്റ അടി. എന്നിട്ട് ആ ശവത്തിന്റെയും അവന്റെയും കൈകൾ തമ്മിൽ പരസ്പരം ഹാൻഡ് കഫ് ഇട്ട് ബന്ധിപ്പിക്കുന്നു. എന്നിട്ട് നായിക അവിടെ നിന്നും ഓടിപ്പോകുന്നു. ബോധം തെളിഞ്ഞ വില്ലൻ അവളെ വിടാതെ പിന്തുടരുകയാണ്. ഒരു കമ്പനിക്ക് കൈവിലങ്ങോടെ ശവവും. ഇപ്പൊ നമ്മുടെ നായിക ഓൾറെഡി കാറിൽ പെട്രോൾ ഫില്ല് ചെയ്തല്ലോ. ഇനി ആ കാർ എടുത്ത് അവിടുന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് പിന്നിലേക്ക് എടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ പിന്നിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ഈ വില്ലന്മാരുടെയും ആ കർമ്മന്റെയും കാറ് അതിന് പിന്നിലാണുള്ളത്. എന്തായാലും പിന്നിലേക്ക് പോകാൻ പറ്റില്ല. എന്നാൽ മുന്നിൽ വന്ന് നിൽക്കുന്ന വില്ലനെ ഇടിച്ചേക്കാന്ന് പറഞ്ഞിട്ട് നായിക വണ്ടി മുന്നോട്ടേക്ക് എടുത്ത് വില്ലനെ ഇടിച്ച് തെറിപ്പിക്കുന്നു. അതോടെ കൺട്രോൾ നഷ്ടപ്പെട്ട് വണ്ടി പോയിട്ട് ഒരു സ്ഥലത്ത് ഇടിച്ചു നിൽക്കുന്നു. ഇനിയിപ്പോൾ ആ വണ്ടി എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂലല്ലോ. നായിക അതിൽ നിന്ന് ഇറങ്ങി നിരങ്ങി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വില്ലനും പിന്നാലെ വന്ന് നായികയുടെ കാലിൽ പിടിക്കുന്നു. ഒരു കയ്യിൽ കാല്, മറു കയ്യിൽ പാല്, അല്ല പാലല്ല, ശവം എന്നതാണ് വില്ലന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ വീണ്ടും അവർക്കിടയിൽ പിടിവലിയാവുന്നു. അതിനിടയിൽ നായിക ആ വില്ലന്റെ കത്തി വലിച്ചെടുത്ത് അവന്റെ ഷോൾഡറിലേക്ക് കുത്തിയിറക്കുന്നു. വില്ലൻ നായികയെ പിടിച്ച് ആ മഞ്ഞിലേക്ക് ഒരു ടി. അതോടെ ആ മുകളിലത്തെ മഞ്ഞുപാളി ഇടിഞ്ഞു പൊളിഞ്ഞ് ആ ശവശരീരം അതിനുള്ളിലേക്ക് വീഴുന്നു. ശവത്തിന്റെ കൈ വില്ലന്റെ കൈയുമായിട്ട് കൂട്ടിക്കെട്ടിട്ടല്ലേ ഉള്ളത്. ശവത്തിന് പിന്നാലെ തന്നെ വില്ലനും ആ വെള്ളത്തിനുള്ളിലേക്ക് വീഴുന്നു. വീഴുന്നതിനിടയിൽ ആ വില്ലൻ നായികയുടെ കഴുത്തിലെ ഡയമണ്ട് നെക്ലേസിലേക്ക് പിടിക്കുന്നു. തദൈവ, നായികയും പോയി വെള്ളത്തിലേക്ക്. അതിനുള്ളിൽ കിടന്ന നായിക എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വില്ലൻ അവളെ ശരിക്ക് കെട്ടിപ്പിടിച്ചിട്ടാണുള്ളത്. അപ്പൊ നായിക എന്ത് ചെയ്തു എന്നറിയോ? വില്ലന്റെ ഷോൾഡറിൽ നേരത്തെ നായിക കുത്തിയിറക്കിയ കത്തി ഉണ്ടല്ലോ, അത് വലിച്ചൂരി അവന്റെ കണ്ണിലേക്ക് തന്നെ കുത്തിയിറക്കുന്നു. എന്നിട്ട് ആ കത്തി എടുത്തിട്ട്
എന്നിട്ട് അവൾ മേലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ അവിടെ വീണ്ടും ഐസ് പാളികൾ നിറഞ്ഞിരുന്നു. അതോടെ അവൾക്ക് പുറത്തു വരാൻ കഴിയാതെയായി. തീർന്നു. നായികയുടെ ഗതിയും അധോഗതിയെന്ന് ചിന്തിക്കുമ്പോഴേക്കും നായിക കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ആ പാളി കുത്തി പൊട്ടിക്കുന്നു. എന്നിട്ട് എങ്ങനെയൊക്കെയോ കൂടി അതുവഴി പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോഴേക്കും പോലീസിന്റെ സൈറൻ ശബ്ദം നമുക്ക് കേൾക്കാം. ശേഷം നായിക തന്റെ വെഡ്ഡിംഗ് റിങ് ഊരിയെറിയുന്നു. ആ ഒരു സീനോടുകൂടി സിനിമ അവസാനിക്കുന്നു. എന്താ അല്ലേ, നല്ലൊരു വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് തന്നെയാണ് പുള്ളിക്കാരിക്ക് കൊടുത്തത്. ഇതുപോലൊരു ഗിഫ്റ്റ് ആർക്കും കിട്ടിയിട്ടുണ്ടോ? നമുക്കാർക്കും കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു കഥയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ